വീട് എന്നൊരു സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കൊല്ലം സുധി വിട പറഞ്ഞത്. ആ സ്വപ്നം സഫലമാക്കാൻ പിന്നീട് എല്ലാവരും ഒരുമിച്ച് പ്രയത്നമെടുത്താണ് രേണുവിന് ഒരു വീട് വെച്ച് നൽകിയത്. എന്നാൽ രേണു ഒരു വർഷം പിന്നീട് മുമ്പ് തന്നെ ആ ഒരു വീട്ടിന് പല പ്രശ്നങ്ങളും ഉണ്ടെന്നും പെയിന്റ് വരെ പൊള്ളി തുടങ്ങുന്നു, ചോർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇതോടെ വീട് നിർമ്മിച്ച ഗ്രൂപ്പ് സ്ഥാപകനായ ഫിറോസും രേണുവും തമ്മിൽ പ്രശ്നങ്ങൾ വളരെ രീതിയിൽ വഷളായി. രേണു വീട് വെച്ച് നൽകിയ സ്ഥാപനത്തെക്കുറിച്ച് മോശമായി പറഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിന് പുതിയ പ്രോജക്റ്റുകളൊന്നും കിട്ടാതായെന്നും ഫിറോസ് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് കസേരയും ചവിട്ടിയും വാങ്ങി തന്നവർ പോലും എന്നെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രേണു വേദനയോടുകൂടി പറയുന്നത്. താനിപ്പോൾ സ്ഥലം തന്ന മനുഷ്യന്റെ വായിൽ നിന്നും കേൾക്കുകയാണ്. വീട് വെച്ച് തന്നവരുടെ വായിൽ നിന്നും കേൾക്കുന്നത് പോട്ടെ, കസേരയും ചവിട്ടിയും വാങ്ങി തന്നവരുടെ വായിൽ നിന്നും കേൾക്കുന്നു. എന്തിനേറെ ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായിൽ നിന്ന് പോലും താനിപ്പോൾ ഓരോന്ന് കേട്ടു തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് മടുത്തു. ഇതിലും ഭേദം ആരും സഹായിക്കാനില്ലാതെ ആ വാടക വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു എന്നതാണ്. മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും താനും ഭർത്താവും സുതിലയത്തിൽ കഴിയില്ല എന്നും രേണു പറഞ്ഞു. കാരണം രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വീട് തിരികെ ഫിറോസിന് തന്നെ നൽകണമെന്ന് ഫിറോസ് അഭ്യർത്ഥിച്ചിരുന്നു. ആ വീട് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ വീടില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ടാണ് ഞാൻ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു വീട്ടിൽ കഴിയില്ല എന്ന് രേണു തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. സഹായിച്ചതിന്റെ പേരിൽ എന്തും പറയാമെന്ന് പലരും വിചാരിക്കുന്നുണ്ടെന്നും അത് വളരെ തെറ്റായ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ പലരും കമന്റ് ചെയ്യുന്നതും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.